പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മീനുവിനെ കുറിച്ചുള്ള സംശയം സുഹാസിനിക്ക് ദിനംപ്രതി കൂടി വരികയാണ്. ഇതോടെ ഇതിനെപ്പറ്റി അന്വേഷിക്കണം എന്നുള്ള തീരുമാനവുമായി മുന്നോട്ടു പോകുന്ന സുഹാസിനി അതിനുവേണ്ടി ആളുകളെ നിയോഗിക്കുകയും ചെയ്യുന്നു. സത്യങ്ങൾ മറ്റാരും അറിയുന്നതിന് മുൻപ് തന്നെ എനിക്കറിയണം. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ചെയ്യണം. പണ്ട് ശിവയ്ക്കൊരു പെൺകുട്ടി ജനിച്ചിരുന്നു എന്നുള്ള കാര്യം സത്യം തന്നെയാണ്. ആ പെൺകുട്ടി തന്നെയാണ് ഈ പെൺകുട്ടിയെന്ന് എനിക്ക് ഏറെക്കുറെ ഉറപ്പാണ്. അത് തെളിയിക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ നിങ്ങൾ എൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരേണ്ടത്. എത്രയും പെട്ടെന്ന് തന്നെ അത് എനിക്ക് കിട്ടണം. ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും എന്ന് സുഹാസിനി ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് സുഹാസിനിയെ സഹായിക്കുന്നതിന് വേണ്ടി ഗുണ്ടകൾ പുറത്തേക്ക് പോവുകയാണ്. ഈ കാര്യം അറിയുന്ന സുഹാസിനി വളരെയധികം സന്തോഷിക്കുകയും ഇനി അധികനാൾ ഈ കളി തുടരാൻ സാധിക്കുകയില്ല എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതേ സമയം പുതിയൊരു വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ തീപിടുത്തത്തിൽ അകത്ത് പെട്ടുപോയിരിക്കുകയാണ് ശിവയുടെ അമ്മ. ഇത് കാണാനിടയാകുന്ന എല്ലാവരുമാകെ ഞെട്ടിപ്പോകുന്നുവെങ്കിലും കാര്യങ്ങളിൽ കൃത്യമായി ഇടപെട്ടുകൊണ്ട് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാക്കുന്നതിനായി കടന്നു വരുന്നത് മറ്റാരുമല്ല, മീനുവായിരുന്നു. അപ്രതീക്ഷിതമായുള്ള മീനുവിൻ്റെ ഈ ധീരമായ നീക്കം ഒടുവിൽ ശിവരഞ്ജിനിയുടെ അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ സഹായകമാകുന്നു. ഇതോടെ വീട്ടിലുള്ള എല്ലാവരും ഞെട്ടിപ്പോയിരിക്കുകയാണ്. മാത്രവുമല്ല, ഉടൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് അമ്മയെ കൊണ്ടുപോയതിനെ തുടർന്ന് മീനുവിൻ്റെ സമയോചിതമായ ഇടപെടലാണ് അമ്മയെ രക്ഷിക്കാൻ കാരണമായത് എന്ന് ഡോക്ടർമാർ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നന്ദി പറയേണ്ടത് ഞങ്ങളോടല്ല, ഇത് കേൾക്കുന്ന ശിവയ്ക്ക് വളരെയധികം സന്തോഷമായിരിക്കുകയാണ്. ഉടൻ തന്നെ ശിവ മീനുവിനെ കാണുന്നതിനായി എത്തുന്നു. മീനുവിന് എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിച്ചതിനെ തുടർന്ന് എനിക്കൊരു കുഴപ്പവുമില്ല, ഞാൻ ഓക്കെയാണ് എന്നുള്ള മറുപടി നൽകിയിരിക്കുകയാണ് മീനു. എന്നാൽ മീനുവിൻ്റെ കയ്യിൽ ചെറിയ പൊള്ളലേറ്റിരുന്നു. ഇത് കാണുന്നത് ശിവയെ ഞെട്ടിച്ചതിനെ തുടർന്ന് ശിവ ഉടൻ തന്നെ ഡോക്ടറെ ചെന്ന് കാണാൻ നിർദ്ദേശിക്കുകയും മരുന്ന് വെച്ച് കെട്ടി കൊടുക്കുകയും ചെയ്യുന്നു. ഇതോടെ ഇത് കാണുന്ന മീനു, ഞാൻ ഇത് എപ്പോൾ വേണമെങ്കിലും ആരോട് വേണമെങ്കിലും ചെയ്യുന്നതിന് തയ്യാറായാണ് മുന്നോട്ട് പോകുന്നത്, അത് ശിവയുടെ അമ്മയായതുകൊണ്ട് മാത്രമല്ല എന്ന് പറയുകയും മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കുമ്പോൾ നമ്മൾ വേറൊരു കാര്യവും ആലോചിക്കേണ്ടതില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. പക്ഷേ എടുത്തു ചാടിയുള്ള ഇങ്ങനെയുള്ള സാഹസം നിന്റെ ജീവന് തന്നെ ആപത്താണ്. സ്വന്തം ജീവന് അപകടം സംഭവിക്കും എന്നുപോലും കരുതാതെ അപകടത്തിൽപ്പെട്ട ഒരാളെ രക്ഷിക്കുന്നതിനായി എടുത്തു ചാടി മുന്നോട്ടു പോയ നിന്നെ ഞാൻ അഭിനന്ദിക്കുന്നു എന്ന് ശിവ പറയുകയും നിന്നോട് എനിക്കിപ്പോൾ കൂടുതൽ ഇഷ്ടമാണ് തോന്നുന്നത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് മീനുവിനെ. ഇതേ തുടർന്ന് പാർവതി ഇപ്പോൾ കാത്തിരിക്കുകയാകും. ലേറ്റായി, ഞാൻ വീട്ടിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മീനു ഇറങ്ങിയതിനെ തുടർന്ന് മീനു പോകുന്നതും നോക്കി ഇരിക്കുകയാണ് ശിവ. ഇതോടെ ശിവയ്ക്ക് പ്രത്യേകമായ ഒരു കണക്ഷൻ മീനുവുമായി തോന്നി തുടങ്ങുകയാണ്. എന്താണ് അതിന് കാരണം എന്നുള്ള ചോദ്യം മാത്രമാണ് ഇപ്പോൾ ബാക്കിയാകുന്നത്. ഉത്തരമില്ലാത്ത ഒരു അടുപ്പമാണ് എനിക്ക് ഇപ്പോൾ മീനുവിനോട് ഉള്ളത് എന്ന് ശിവ മനസ്സിലാക്കി അവിടെ നിന്ന് പോയതിനെ തുടർന്നാണ് സുഹാസിനി കാര്യങ്ങൾ അറിയാൻ ഇടയാകുന്നത്. ഇതോടെ സുഹാസിനി ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുന്നു. കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ശരിയാവുകയില്ല. എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടിയോ എന്ന് തൻ്റെ സഹായിയോട് വിളിച്ച് അന്വേഷിച്ചതിനെ തുടർന്ന് ഞാൻ അന്വേഷണം
തുടങ്ങി വരുന്നതേ ഉള്ളൂ എന്ന് വ്യക്തമാക്കുന്ന അയാൾ പക്ഷേ ഒരു കാര്യം ഉറപ്പിക്കാൻ എനിക്ക് സാധിച്ചു എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. അത് എന്താണ്? എന്നോട് തുറന്നു പറയൂ എന്ന് സുഹാസിനി പറഞ്ഞതിനെ തുടർന്ന് മീനു പാർവതിയുടെ മകളല്ല. ഇത് കേട്ട് ആകെ ഞെട്ടിപ്പോകുന്ന സുഹാസിനി അതെങ്ങനെയാണ് ഉറപ്പിച്ചത് എന്ന് ചോദിക്കുന്നു. കാരണം സുഹാസിനി അറിയാത്തത് ഒരു രഹസ്യമുണ്ട്. പാർവതിക്ക് പ്രസവിക്കാൻ സാധിക്കുകയില്ല. പാർവതിക്ക് ആ കുഞ്ഞിനെ കളഞ്ഞു കിട്ടിയതാണ് ചെറുപ്പത്തിൽ. എന്നിട്ട് ആ കുഞ്ഞിനെ വളർത്തുകയായിരുന്നു എന്നാണ് ഈ കാര്യത്തെപ്പറ്റി അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ അവർ ഈ കാര്യം മറച്ചു പിടിക്കുന്നതിനായി വളരെയധികം ശ്രമിക്കുന്നുമുണ്ട്. ഇതോടെ സുഹാസിനിയാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ്. ശിവയ്ക്ക് നഷ്ടപ്പെട്ട കുഞ്ഞും പാർവതിക്ക് ലഭിച്ച കുഞ്ഞും തമ്മിൽ എന്ത് ബന്ധമാണ് ഉള്ളത് എന്നും ആ കുഞ്ഞുങ്ങൾ ഒരു കുഞ്ഞ് തന്നെയാണോ എന്നുള്ള ചോദ്യവും ബാക്കിയായതിനെ തുടർന്ന് അത് ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് സുഹാസിനി. ഇതേ തുടർന്ന് കുഞ്ഞിനെ നഷ്ടപ്പെട്ട ഹോസ്പിറ്റലിനെ പറ്റിയുള്ള ഡീറ്റെയിൽ സുഹാസിനി പറഞ്ഞു കൊടുക്കുകയും ആ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് വെച്ചാണോ പാർവതിക്ക് കുഞ്ഞിനെ കിട്ടിയത് എന്ന് അന്വേഷിച്ച് കണ്ടെത്താനുള്ള നിർദ്ദേശം നൽകുകയും ചെയ്യുന്നു. ഇതോടെ കാര്യങ്ങൾ മറ്റൊരു ദിശയിലേക്ക് പോവുകയാണ്. അന്വേഷണം വന്നെത്തുന്നത് സത്യങ്ങളിലേക്കാണ്. ശിവരഞ്ജനിയുടെ കുഞ്ഞ് തന്നെയാണ് പാർവതി ഏറ്റെടുത്ത് വളർത്തിയ മീനു എന്നുള്ള സത്യം പുറത്തു വരുന്നു. ഈ കാര്യം അറിയുന്നത് സുഹാസിനിയെ ആകെ തകർത്ത് കളഞ്ഞിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.